Hello everyone. In the topics the Sakata model and the eightfold way. First നമുക്ക് Sakata model എന്താണെന്ന് നോക്കാം. The Sakata model. In 1956, Sakata proposed a model according to which all hadrons were composed of combinations of six non-particles: the neutron, proton, lambda, and their corresponding antiparticles. അപ്പോൾ സക്കാട്ട പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 പാർട്ടിക്കിൾസ് ന്യൂട്രോൺ, പ്രോട്ടോൺ, ലാംഡ, പിന്നെ അവരുടെ കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസ്, ഈ 6 കൂടിയിട്ടാണ് എല്ലാ ഹാഡ്രോൺസും ഉണ്ടാക്കിയെന്നാണ് സക്കാട്ട പറഞ്ഞത്. അപ്പോൾ ദ മീസോൺസ് അക്കോർഡിംഗ് ടു സക്കാട്ട മോഡൽ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ദ പ്രോട്ടോൺ, ന്യൂട്രോൺ, ലാംഡ, കറസ്പോണ്ടിങ് ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ ആൻഡ് ആൻറ്റി ലാംഡ. നമുക്കത് കാണാം ഇവിടെ കോമ്പിനേഷൻ. പ്രോട്ടോണും ആൻറ്റി പ്രോട്ടോണും കൂടുമ്പോൾ എന്താ കിട്ടണേ? പൈ 0 ഈറ്റ 0. പ്രോട്ടോണും ആൻറ്റി ന്യൂട്രോണും കൂടുമ്പോൾ നമുക്ക് പൈ പ്ലസ് കിട്ടും. പ്രോട്ടോണും ആൻറ്റി ലാംഡയും കൂടുമ്പോൾ നമുക്ക് കാപ്പ പ്ലസ് കിട്ടും. അങ്ങനെ ഈ 6 പാർട്ടിക്കിൾസിൻ്റെ കോമ്പിനേഷൻ വഴി നമുക്കിവിടെ ഇത്രയധികം പാർട്ടിക്കിൾസ് മീസോൺസിനെ കിട്ടുമെന്ന് സക്കാട്ട പറഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ പൈ പ്ലസ് ഇസ് എ ബൗണ്ട് സ്റ്റേറ്റ് ഓഫ് പി ആൻഡ് എൻ. അല്ലെ, പൈ പ്ലസ് എന്ന് പറയുന്നത് പിയും എൻ ബാർ, അതായത് ആൻറ്റി ന്യൂട്രോൺ. ഞാൻ ഇവിടെ ബോൾഡിൽ കൊടുത്തത് ആൻറ്റി മാറ്റേഴ്സിനെയാണ്. എൻ ബോൾഡ് എൻ, ബോൾഡ് പി, ഇ പി, ഇ എൻ, ഇതൊക്കെ ആൻറ്റി പാർട്ടിക്കിൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് പൈ പ്ലസ് കിട്ടുന്നത് പ്രോട്ടോണും ആൻറ്റി ന്യൂട്രോണും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ്. പൈ മൈനസ് കിട്ടുന്നത് ന്യൂട്രോണും ആൻറ്റി പ്രോട്ടോണും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. പിന്നെന്താ, പൈ 0 എന്ന് പറയുന്നത് പ്രോട്ടോൺ ആൻറ്റി പ്രോട്ടോണും ന്യൂട്രോൺ ആൻറ്റി ന്യൂട്രോണും കൂടിയുള്ള കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് പൈ 0 കിട്ടുന്നത്. സിമിലർലി ഈറ്റ 0 കിട്ടുന്നത് പ്രോട്ടോൺ ആൻറ്റി പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻറ്റി ന്യൂട്രോൺ, ലാംഡ 0 ആൻറ്റി ലാംഡ 0, ഇവരുടെ കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് ഈ പറയുന്ന പാർട്ടിക്കിൾസിനെല്ലാവരെയും കിട്ടുന്നത്. ഇനി ഇതിൽ സക്കാട്ടയുടെ മോഡലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ ഇങ്ങനെ കിട്ടുന്ന പാർട്ടിക്കിൾസിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ ആരൊക്കെ കൂടി ചേർന്ന് ദ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് അവരുടെ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ ഈ കോൺസ്റ്റുവൻസിൻ്റെ സമ്മ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പൈ പ്ലസിൻ്റെ കാര്യം പറയാം. പൈ പ്ലസ് എന്ന് പറയുന്നത് എന്താ? പ്രോട്ടോണും ആൻറ്റി ന്യൂട്രോണും കൂടിയതാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ നമുക്കറിയാം A1 ആണ്. ആൻറ്റി ന്യൂട്രോണിൻ്റെ ആൻറ്റി ന്യൂട്രോണിൻ്റെ A-1 ആണ്. അപ്പോൾ പൈ പ്ലസ് എന്ന് പറയുന്നത് പ്രോട്ടോണും ആൻറ്റി ന്യൂട്രോണും കൂടെ ജോയിൻ ചെയ്തതാണ്. സോ പൈ പ്ലസിൻ്റെ എന്ന് പറയുന്നത് എന്താ? 0. 1 പ്ലസ് മൈനസ് 1 0. ബാക്കിയുള്ളത് നോക്കാം. Q is equal to 1. ചാർജ് 1 ആണ് പ്രോട്ടോണിൻ്റെ. ആൻറ്റി ന്യൂട്രോണിൻ്റെ ചാർജ് 0 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ പൈ പ്ലസിൻ്റെ ചാർജ് നമുക്ക് 1 കിട്ടി. പിന്നെ I3 ഐസോസ്പെയിൻ, പ്രോട്ടോണിൻ്റെ 1/2 ആണ്, ആൻറ്റി ന്യൂട്രോണിൻ്റെ 1/2 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ പൈ പ്ലസിൽ നമുക്ക് 1 കിട്ടി. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻ. പൈ പ്ലസ്, പൈ മൈനസ്, ഈറ്റ 0, കെ പ്ലസ്, കെ മൈനസ്, ഇങ്ങനെയുള്ള K0, ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. A എന്ന് പറയുന്നത് ബാരിയോൺ നമ്പറാണ്. Q is the electric charge and I3 is the Z component of the isosspin. സോ സക്കാട്ട മോഡലിന് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ്, എല്ലാ ഹാഡ്രോൺസും 6 പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. 6 പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ന്യൂട്രോൺ, പ്രോട്ടോൺ, ലാംഡ, പിന്നെ ഇവരുടെ കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസ് ദി ആൻറ്റി ന്യൂട്രോൺ, ദി ആൻറ്റി പ്രോട്ടോൺ ആൻഡ് ആൻറ്റി ലാംഡ. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത് ഇവരുടെ ക്വാണ്ടം നമ്പേഴ്സ് ഇങ്ങനെ കിട്ടിയ കോമ്പിനേഷൻ വഴി കിട്ടിയ പാർട്ടിക്കിൾസിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് അവരുണ്ടാക്കിയ ബിൽഡിംഗ് ബ്ലോക്സ് അവരുടെ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സമന്വയമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാം, ഇറ്റ് ഈസ് പോസിബിൾ ടു ബിൽഡ് ദ നോൺ ബാരിയോൺസ് ഫ്രം ദ ട്രിപ്ലെറ്റ്സ് ഓഫ് ദി എബവ് 6 പാർട്ടിക്കിൾസ്. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്തത്
മീസോൺസ് ആണ്. അപ്പോൾ മീസോൺസ് ഉണ്ടാവാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? 2 പാർട്ടിക്കിൾസാണ് വേണ്ടത്. മീസോൺസിൻ്റെ സ്പിൻ 0 ആണ്. സോ ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഈച്ച് അതർ. ഓപ്പോസിറ്റ് സ്പിൻ ആകുമ്പോൾ അത് ക്യാൻസൽ ആയിക്കോളും. സോ വി ഗെറ്റ് സ്പിൻ 0 പാർട്ടിക്കിൾസ്. ഇവിടെ എന്താ പറഞ്ഞത്? ബാരിയോൺസിന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ 6 പാർട്ടിക്കിൾ പി എൻ ലാംഡ ആൻറ്റി പാർട്ടിക്കിൾസ്, ഈ 6 എണ്ണത്തിൽ നിന്ന് ട്രിപ്ലറ്റ്സ് 3 എണ്ണം വീടെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബാരിയോൺസ് കിട്ടും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ മാസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ the masses of certain particles according to this model is much smaller than the sum of masses of their constituents. അതായത് നമുക്ക് നോക്കാം, പൈസറോ ഒരു നമുക്ക് മാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പൈസറോൻ്റെ മാസ് 135 MeV ആണ് തന്നിട്ടുള്ളത്. പൈസറോ ഒരു പി ബാർ ആൻഡ് എൻ ബാറിൻ്റെ കോമ്പിനേഷനാണ് പൈസറോ. അപ്പോൾ നമ്മളിവിടെ മാസ് ഓഫ് പി ആൻഡ് മാസ് ഓഫ് പി ബാർ ഇവിടെ ബോളിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ആൻറ്റി പ്രോട്ടോൺ. ഇവരുടെ മാസ് രണ്ടെണ്ണം കൂട്ടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് 1876.6 MeV ആണ് കിട്ടുന്നത്. മാസ് ഓഫ് പൈസറോ എത്രയാണ്? 135 MeV. ഇറ്റ്സ് വെരി ലോ, കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞൊരു വാല്യൂ ആണ്. സോ ദർ ഇസ് എ മാസ് ഡിഫക്റ്റ്. അപ്പോൾ ശരിക്കും ഇത്രയും മാസ് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ബൈൻഡിങ് എനർജി ആയിട്ടാണ് പോയെന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈൻഡിങ് എനർജി ആയിട്ട് എനർജി മാസ് ഇക്വാലൻസ്. ബൈൻഡിങ് എനർജി ആയിട്ട് അത്രയും മാസ് പോയി. സോ ഇറ്റ് മീൻസ് ദാറ്റ്സ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ്. അതാണ് ഈ മോഡലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ദി 8-fold വേ. ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെ നമ്മളൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് 8-fold വേ എന്ന് പറയുക. ഇറ്റ്സ് ഓൾസോ കോൾഡ് ദി SU3. സെക്കൻഡ് സെമ്മിലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കാനുണ്ടായിരുന്ന ഒരു പോർഷനാണ് SU3, ദ ഫ്ലേവർ സിമെട്രി. അതേ സംഭവം തന്നെയാണത്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ഹിയർ. In 1961, a new model for classifying the hadrons were proposed by Murray Gell-Mann and Johann Niemann independently. ഇവർ രണ്ടുപേരും, മുറേ ഗെൽ-മാൻ, യുവാൻ നീമാൻ, ഇവർ രണ്ടുപേരും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ്ലി പ്രപ്പോസ് ചെയ്താണ് ഇത്. പക്ഷേ കോയിൻസിഡൻ്റ്ലി ഇത് രണ്ടും സെയിം കാര്യം തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. They discarded the idea that some of the hadrons were the building blocks of the rest. മറ്റുള്ള ചില ഹാഡ്രോൺസ് ആണ് ബാക്കിയുള്ളവരുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ള ഐഡിയ അവരങ്ങ് റിജക്റ്റ് ചെയ്തു. പകരം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ദ 8-fold way was based on uniting a number of multiplets, those having the same baryon number, spin and parity into a large set of super multiplet. അതായത് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കൺസെപ്റ്റാണ് മൾട്ടിപ്ലെറ്റ്സും സൂപ്പർ മൾട്ടിപ്ലെറ്റ്സും. ഇപ്പം മൾട്ടിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് സെയിം ബാരിയോ നമ്പർ ആയിരിക്കും, സ്പിൻ ആയിരിക്കും, പാരിറ്റി സെയിം ആയിരിക്കും. ആൻഡ് സോറി, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. പാരിറ്റി, ഇവരെല്ലാവരും ഇതെല്ലാം സെയിം ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്ലെറ്റ്സ് എന്ന് വിളിക്കും. ഈ മൾട്ടിപ്ലെറ്റ്സ്, നമ്പർ ഓഫ് മൾട്ടിപ്ലെറ്റ്സ് കൂടി ചേർന്ന് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സൂപ്പർ മൾട്ടിപ്ലെറ്റ്സ് എന്ന് പറയാം. So a number of multiplets join together to form a super multiplet. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണത്, അത് സൂപ്പർ മൾട്ടിപ്ലെറ്റ്സ് ആയിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണത്, 8-fold വേയിൽ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സൂപ്പർ മൾട്ടിപ്ലെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സെമി സ്റ്റേബിൾ മീസോൺസ് വിത്ത് സ്പിൻ 0. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗണൽ സിമെട്രി കാണാം. ഇറ്റ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെക്സഗൺ ആൻഡ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് സെൻറ്റർ വി ക്യാൻ സീ ദ പാർട്ടിക്കിൾസ്. ദേ ആർ മീസോൺസ് വിത്ത് സ്പിൻ 0. 8 പാർട്ടിക്കിൾസ് നമുക്ക് ഈ ഹെക്സഗണിൻ്റെ ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ കാണാം. 6 അറ്റ് ദ കോർണേഴ്സ് ആൻഡ് 2 അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഈ സൂപ്പർ മൾട്ടിപ്ലറ്റ്, ദാറ്റ് ഈസ് ഇറ്റ്സ് എൻ ഒക്ടറ്റ്, 8 എണ്ണമല്ലേ ഉള്ളത്. സോ ഇറ്റ്സ് എൻ ഒക്ടറ്റ്. ഇതിൽ ഉള്ള മൾട്ടിപ്ലെറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രിപ്ലറ്റ് ഓഫ് പയോൺസ്. വി ക്യാൻ സേ ട്രിപ്ലറ്റ് ഓഫ് പയോൺസ് റൈറ്റ് ഓവർ ഹിയർ, പൈ മൈനസ്, പൈ 0 ആൻഡ് പൈ പ്ലസ്. കണ്ടോ, ഒരേ മൾട്ടിപ്ലറ്റിലുള്ളവർ സെയിം ലൈനിൽ വന്നു. സോ പൈ മൈനസ്, പൈ 0 ആൻഡ് പൈ പ്ലസ് ഇസ് ഓൺ ദ സെയിം ലൈൻ.
Now we have a doublet of chions. ഒരു കയോൺസിൻ്റെ ഡബ്ലറ്റ് ഉണ്ട്, K0 and K+. ഇനി എന്താ ഉള്ളത്? ഒരു ഡബ്ലറ്റ് ഓഫ് ദി ആൻറ്റി പാർട്ടിക്കിൾസ് ഓഫ് കയോൺസ്. കയോൺസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസിൻ്റെ ഡബ്ലറ്റ് റൈറ്റ് ഹിയർ. അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനുണ്ട്. പിന്നെ ഒരു സിംഗ്ലറ്റ് ഓഫ് ഈറ്റമീസോൺ. ഈറ്റമീസോണിൻ്റെ ഒരു സിംഗ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് എന്ത് സെമി സ്റ്റേബിൾ മീസോൺസിൻ്റെ ഒക്ടേറ്റ് കോൺഫിഗറേഷൻ. ഇത് പ്ലോട്ട് ചെയ്തത് എങ്ങനെയാണ്? I3 വേഴ്സസ് S. ദ സ്ട്രെയിഞ്ച്നെസ് S വേഴ്സസ് ദ Z കമ്പോണൻ്റ് ഓഫ് ദി ഐസോസ്പിൻ. ഈ ഇതിലാണ് നമ്മൾ ഈ ഓരോ പാർട്ടിക്കിൾസിനെ കോർഡിനേറ്റ് പോലെ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തത്. സോ വി ഗെറ്റ് എൻ ഒബ്ജക്റ്റ്. അതിൽ ഏതൊക്കെ പാർട്ടിക്കിൾസാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഡയഗണലിൽ നോക്കുകയാണെങ്കിൽ we can see it's all chargeless particles. 0, K0, eta 0 and K-0 chargeless particles ആണ്. ഈ ഡയഗണലിൻ്റെ റൈറ്റ് സൈഡിൽ ഫുൾ പോസിറ്റീവ് ആണ്, ഡയഗണലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ നെഗറ്റീവ് ആണ്. സോ ദർ ഇസ് എ സിമെട്രി എക്സിസ്റ്റിംഗ് ഇൻ ദിസ് കോൺഫിഗറേഷൻ, ഇൻ ദിസ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. ദർ ഇറ്റ്സെൽഫ് ഇസ് എ സിമെട്രി. ആൻഡ് ചാർജിൻ്റെ കാര്യം നോക്കിയാലും നമുക്ക് കാണാം, നടുവിലിട്ട് ഈ ഡയഗണൽ 0, ഇവിടെ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്, ഇവിടെ ചാർജ് -1 ആണ്. സോ ഇറ്റ്സ് ആക്ച്വലി ദ സിമെട്രി, ഇറ്റ്സ് സ്റ്റെബിലിറ്റി. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു പയോൺസ് ഒരു ട്രിപ്ലറ്റ് ആണ്. അതിൽ 3 ആൾക്കാരുണ്ട്, π-, π0 and π+. ഈ 3 പേരെ നമുക്ക് ബ്രദേഴ്സ് എന്ന് വിളിക്കാം. അതായത് ഒരു മൾട്ടിപ്ലറ്റിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരെ നമുക്ക് ബ്രദേഴ്സ് എന്ന് വിളിക്കാം. സോ π-, π0 and π+ are brothers. K0, K+ are brothers. K' and K bar and K0 bar are brothers. Eta 0 has no brother. പക്ഷേ ഈ ഒരു സൂപ്പർ മൾട്ടിപ്ലറ്റിലുള്ള മൾട്ടിപ്ലറ്റ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫസ്റ്റ് കസിൻസ് എന്ന് വിളിക്കാം. അതായത് π- K0യും ഫസ്റ്റ് കസിനാണ്, π0യും eta0യും ഫസ്റ്റ് കസിനാണ്, അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഫസ്റ്റ് കസിൻസ് ആണ്. സോ ദേ ആർ ബ്രദേഴ്സ് ആൻഡ് ഫസ്റ്റ് കസിൻസ്. അതാണ് സെമി സ്റ്റേബിൾ മീസോൺസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് അടുത്തത് സെമി സ്റ്റേബിൾ ബാരിയോൺസ്. അപ്പോൾ മീസോൺസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മീസോൺസിന് എന്തായിരുന്നു? സ്പിൻ 0 ആയിരുന്നു. ബാരിയോൺസിന് സ്പിൻ 1/2 ആണ്. സോ നമ്മൾ നേരത്തെ പോലെ തന്നെ പ്ലോട്ട് ചെയ്തു I3 വേഴ്സസ് S. നമുക്ക് എന്ത് കിട്ടി? നേരത്തെ പോലെ തന്നെ ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ കിട്ടി. ഓരോ കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിളുണ്ട്. സെൻറ്ററിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെയുള്ളത്? എ ഡബ്ലറ്റ് ഓഫ് സൈ. ആ സിമ്പിൾ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയത്. എ ഡബ്ലറ്റ് ഓഫ് സൈ. ഇതവിടെ ഒരു സൈഡ് ഡബ്ലറ്റ് ഉണ്ട്, ψ- ψ0യും. എ ട്രിപ്ലറ്റ് ഓഫ് എപ്സിലോൺ. എപ്സിലോണിൻ്റെ ട്രിപ്ലറ്റ് ഉണ്ട്. സെൻട്രിക് കോഡ് ε-, ε0 ആൻഡ് ε+. സിംഗ്ലറ്റ് ഓഫ് ലാംഡ. ഒരു ലാംഡയാണ് സിംഗ്ലറ്റ്. സെൻറ്ററിൽ തന്നെ ഉണ്ട്. എ ഡബ്ലറ്റ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിൻ്റെ ഡബ്ലറ്റ്, ദ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. അപ്പോൾ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. അവരുടെ ബാരിയോൺ നമ്പർ +1 ആണ്, പോസിറ്റീവ് പാരിറ്റി ആണ്. ഈ പാർട്ടിക്കിൾസിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസും ഇതേപോലെ തന്നെ ഒരു ഒക്ടറ്റ് ഫോർമേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ നോക്കണില്ല, പക്ഷേ ഇത് ആക്ച്വലി ഫോം എൻ ഒക്ടറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ മൾട്ടിപ്ലറ്റിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു. എപ്സിലോൺ ഈ സ്ട്രെയിറ്റ് ലൈൻ, ന്യൂക്ലിയോൺസ് ഇവിടെ വന്നു, സൈ ഇവിടെ വന്നു, ലാംഡ സെൻട്രൽ തന്നെയാണ്. പിന്നെ 0 ചാർജസ് ഉള്ളവർ ഇവിടെ ഈ ഡയഗണലി, പ്ലസ് ചാർജസ് ഉള്ളവർ ഇവിടെ, മൈനസ് ചാർജസ് ഉള്ളവർ ഇവിടെ. ചാർജ് നോക്കുമ്പോൾ ഇവിടെ +1, ഇവിടെ മൈനസ്. പോസിറ്റീവ് കാര്യം ഒരു സ്ഥലത്ത്, നെഗറ്റീവ് കാര്യം ഒരു സ്ഥലത്ത്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദ before one. It's just like the mesons, except that they have a spin of 1/2. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത് mesonic and baryonic resonances which were discovered in the 1960s fitted well into additional supermultiplets, most of them octets but some of them decuplets and some singlets, all form symmetrical patterns in the I3S plane. അപ്പോൾ ഈ മീസോണിക് ആൻഡ് ബാരിയോണിക് റെസൊണൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കുറച്ചും കൂടെ സൂപ്പർ മൾട്ടിപ്ലറ്റ്സ് കിട്ടി, കുറച്ചധികം സൂപ്പർ മൾട്ടിപ്ലറ്റ്സ് കിട്ടി.
ഈ സൂപ്പർ മൾട്ടിപ്ലറ്റ്സ് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത മീസോൺസിനെയും ബാരിയോൺസിനെയും പോലെ തന്നെ ഇവരും സിമെട്രിക് ഫോർമേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദം ഫോം ഒക്ടെറ്റ്സ്. പക്ഷേ ചിലവർ എന്താണ് ഡീകപ്ലറ്റ്സും, പിന്നെ ചിലവർ എന്താ സിംഗ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരെന്താ ഒറ്റയ്ക്കിരിക്കും. ഡീകപ്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ ടേമാണ്, നമുക്ക് കാണാം അതെന്താണ്. അപ്പോൾ in total we can say that they all form symmetrical patterns. അപ്പോൾ മീസോണിക് റെസണൻസ് ആണ് ഇവിടെ കാണിച്ചത്. they have a spin of 1, they form an octet. ബാരിയോ നമ്പർ 1 ആണ്, പാരിറ്റി പോസിറ്റീവ് ആണ്. ഇവിടെ നമുക്ക് കാണാം കോർണേഴ്സിൽ ഇതുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. റോ 5 കെ ബാർ കെ സ്റ്റാർ ആണ്. സ്റ്റാർ മീൻസ് കെ സ്റ്റാർ ഡിനോട്ട്സ് എ ഗ്രൂപ്പ് ഓഫ് റെസണൻസസ് സിമിലർ ടു കയോൺസ്. കയോൺസിന് സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റെസണൻസ് ആണ് ഈ കെ സ്റ്റാർ. നേരത്തെ പോലെ തന്നെയാണ്, സെയിം ഗ്രൂപ്പ് സ്ട്രെയിറ്റ് ലൈനിൽ വരും, ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ്. ദേ ആർ സ്റ്റേബിൾ, ദേ ആർ സിമെട്രിക്. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം, ഡീകപ്ലറ്റ് ഓഫ് ഹെവി ബാരിയോൺസ്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ്. ഇതിൻ്റെ ഷേപ്പ് തന്നെ എന്താ, ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പാണ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല എന്താ, മോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇതിൽ കൊള്ളും. നേരത്തെ അതിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 10 പാർട്ടിക്കിൾസ് കൊള്ളും. 4, 3, 7, 8, 9, 10 പാർട്ടിക്കിൾസ് ഡീകപ്ലറ്റിൽ കൊള്ളും. ഇത് ഹെവി ബാരിയോൺസിൻ്റെ ഡീകപ്ലറ്റാണ് നമുക്ക് കാണിച്ചു തന്നത്. ദേ ഹാവ് എ സ്പിൻ ഓഫ് 3/2, ബാരിയോൺ നമ്പർ ഇസ് 1 and they have a positive parity. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം, ആവറേജ് മാസ് ഇൻ MEV വേഴ്സസ് I3 ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രേഞ്ച്നെസ് S വേഴ്സസ് I3 ആണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആ ലെവലിൽ നമുക്ക് എന്ത് കാണാം, ആവറേജ് മാസ് എങ്ങനെയാണ് വേരി ചെയ്യണമെന്നും കൂടെ കാണാം. അതായത് സ്ട്രേഞ്ച്നെസ് 0 ആയിരുന്നു, അപ്പോൾ ഇവിടുത്തെ ആവറേജ് മാസ് 1, 2, 3, 2 ആയിരുന്നു. സ്ട്രേഞ്ച്നെസ് എന്ത് ചെയ്തു, ഒരു ഇൻ്റർവെൽ കഴിഞ്ഞു. സ്ട്രേഞ്ച്നെസ് ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ മാസം ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്തു. സ്ട്രേഞ്ച്നെസ് ഒരു യൂണിറ്റ് കൂടി ചേഞ്ച് ചെയ്തപ്പോൾ മാസം ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഡിഫറൻസ് ഇത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് കാണാം, അത് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, സോ ഇതാണ് ഡീകപ്ലറ്റ്. നമുക്ക് ഏതൊക്കെയാണ് പാർട്ടിക്കിൾസ് എന്ന് കാണാം. ഡെൽറ്റ ഉണ്ട്, ഡെൽറ്റ മൈനസ്, ഡെൽറ്റ 0, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ ഡബിൾ പ്ലസ്, എപ്സിലോൺ മൈനസ്, എപ്സിലോൺ സ്റ്റാർ മൈനസ്, എപ്സിലോൺ സ്റ്റാർ 0, എപ്സിലോൺ സ്റ്റാർ പ്ലസ്, psi star minus, psi star 0 and ഒമേഗ മൈനസ് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടിയ ആളാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടെ കാണാം. സോ ഇപ്പോൾ നമ്മൾ ഒരു ഒക്ടക്റ്റ് പറഞ്ഞു, മീസോണിക് റെസൊണൻസിൻ്റെ ഇവിടുത്തെ ഡിക്കുപ്ലറ്റിനെ കണ്ടു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് 2 സിംഗ്ലറ്റും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്, ഒമേഗ ആൻഡ് ഈറ്റ ഡാഷ്. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു. നമ്മുടെ സക്കാട്ട തിയറി പറഞ്ഞത് എന്താണ്, 6 ഹാഡ്രോൺസ് ഉണ്ട്, ആ 6 വെച്ചാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ തന്നെ എത്ര ഗ്രൂപ്പ് കണ്ടു, ഈ ഡിക്കുപ്ലറ്റിൽ തന്നെ 10 ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ മീസോണിക് റെസൊണൻസിൽ 8, അതിന് മുമ്പത്തെ മീസോൺസിലും ബാരിയോൺസിലും 8 വീതം. അപ്പോൾ 24, 10, 34 ടൈപ്പ് നമ്മളിപ്പോൾ ഈ നേരം കൊണ്ട് കണ്ടു. The hadrons form such symmetric patterns, and the inventors found that the symmetry enabled them to define a new quantum number, unitary spin, which is conserved under strong interaction. എങ്ങനെ നോക്കുമ്പോഴും ഹാഡ്രോൺസ് ഒരു സിമെട്രി ഫോളോ ചെയ്യുകയാണ്. അവരെന്താ എങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ കിട്ടിയ ഫിഗേഴ്സൊക്കെ എന്താ നല്ല സിമെട്രിക് ആണ്, സ്റ്റേബിൾ ആണ്. സോ അപ്പോൾ ഈ ഇൻവെൻറ്റേഴ്സ് എന്ത് ചെയ്തു, പുതിയ ഒരു ക്വാണ്ടം നമ്പർ അവർ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരാണ് യൂണിറ്ററി സ്പിൻ, which is conserved under strong interaction. സ്ട്രോങ് ഇൻട്രാക്ഷനിൽ കൺസേർവ് ചെയ്യുന്ന ഒരു ക്വാണ്ടം നമ്പറാണ് യൂണിറ്ററി സ്പിൻ. Gell-Mann and Niemann show that just the particles of a particular multiplet could be regarded as different states of the same basic particle, differing only in the direction of the isotopic spin. So the particles populating the supermultiplet could be seen as different states characterized by different directions of the unitary spin. അതായത് ഇവരെന്താ പറയുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂപ്പർ മൾട്ടിപ്ലറ്റിലുള്ള ഒരു മെമ്പറാണ് ആര്, പയോൺസ് അല്ലേ. നമ്മുടെ ബാരിയോൺസിൻ്റെ സൂപ്പർ മൾട്ടിപ്ലറ്റ്, ബാരിയോൺസ്, കയോൺസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻഡ് π0 η0, അതിലുള്ള
let me show you. ഇതിലുള്ള ഒരു എവിടെ പോയി, സോറി, മീസോൺസിലായിരുന്നു ആര് പയോൺസ്. നമുക്കിവിടെ പൈ മൈനസ് കാണാം, പൈ സീറോ കാണാം, പൈ പ്ലസ് കാണാം. സോ ദീസ് സ്റ്റേറ്റ് ആർ, ഈ പൈ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടണേ, പൈ മൈനസ്, പൈ പ്ലസ്, പൈ സീറോ കിട്ടുന്നത്. അതായത് ഡിഫറെൻറ്റ് ഓറിയേഷൻ മീൻസ് അവരുടെ ഡയറക്ഷൻ, അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ട, അവരുടെ ഡയറക്ഷൻ ഡിഫറിങ് ഇൻ ഓൺലി ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ 3 പൈ മൈനസ് ഒരു മൾട്ടിപ്ലറ്റിൽ തന്നെ നമുക്ക് 3 പൈയുടെ തന്നെ 3 വാല്യൂ കിട്ടിയത്, ഫോർ എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ പറയാണ് ഇനി മൾട്ടിപ്ലറ്റ് നമുക്കിങ്ങനെ ഡയറക്ഷൻ കാരണം 3 എണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഒരു സൂപ്പർ മൾട്ടിപ്ലറ്റ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൂപ്പർ മൾട്ടിപ്ലറ്റ് ആണ്. ഈ സൂപ്പർ മൾട്ടിപ്ലറ്റിലത്തെ എല്ലാ മെമ്പേഴ്സിനും നമുക്ക് എന്ത് പറയാം, വേണമെങ്കിൽ എന്ത് പറയാം, ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ യൂണിറ്ററി സ്പിൻ വ്യത്യാസപ്പെടുന്നതനുസരിച്ചാണ് നമുക്ക് ഈ സൂപ്പർ മൾട്ടിപ്പിൾ ഉണ്ടായെന്ന് പറയാം. അതായത് ഇപ്പോൾ എങ്ങനെയാണ്, ഒരു മൾട്ടിപ്ലറ്റിത്തെ ഒരു പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ മാറിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, മൾട്ടിപ്ലറ്റിത്തെ ബാക്കിയുള്ളവരെ കിട്ടിയത്. അതായത് പൈ ഉണ്ടായിരുന്നു, പൈയുടെ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലായിരുന്നപ്പോൾ പൈ പ്ലസ് കിട്ടി, വേറൊരു ഡയറക്ഷനായപ്പോൾ പൈ മൈനസ് കിട്ടി, വേറൊരു ഡയറക്ഷനായപ്പോൾ പൈ സീറോ കിട്ടി. അതുപോലെ നമ്മൾ ജനറലൈസ് ചെയ്ത് സൂപ്പർ മൾട്ടിപ്ലറ്റിൽ പറയുകയാണ്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ യൂണിറ്ററി സ്പിൻ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടിയത്, അതിലത്തെ ഓരോ എലമെൻറ്റിനെയും കിട്ടിയതെന്ന് നമ്മൾ പറയുന്നു. അതായത് റൊട്ടേഷൻ ഓഫ് ദ യൂണിറ്ററി സ്പിൻ ഇൻ ദി ഇമാജിനറി സ്പേസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ചേഞ്ചസ് വൺ പാർട്ടിക്കിൾ ഇൻ ടു അനദർ. നമ്മുടെ ഈ യൂണിറ്ററി സ്പിൻ്റെ റൊട്ടേഷൻ കാരണമാണ് നമുക്കിങ്ങനെ ഓരോ പാർട്ടിക്കിളിനെയും കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള റൊട്ടേഷൻസിന് നമ്മളൊരു ഗ്രൂപ്പ് ആക്കി ആഡ് ചെയ്തു. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ലീ ഗ്രൂപ്പ്സ് ആണ്. ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ദ ഗ്രൂപ്പ് ഓഫ് 3-dimensional യൂണിറ്ററി മെട്രിസസ്, ഓർ സിംപ്ലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് SU3. ഇപ്പോൾ SU3 എന്ന് പറഞ്ഞ പേര് 8-fold വേക്കുള്ള ഒരു സിനോണിമായിട്ട് യൂസ് ചെയ്യുകയാണ്. SU3 എന്ന് പറഞ്ഞാലും 8-fold വേ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ഇനി 8-fold വേ കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കോൺസിക്വൻസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ 8-fold വേ കാരണം നമുക്ക് ഈ പാർട്ടിക്കിൾസിൻ്റെ ചില പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുണ്ട്. അതിലൊരെണ്ണം നമുക്ക് എക്സാമ്പിൾ എടുത്താണ്, നമുക്ക് മാസസ് തമ്മിലുള്ള റിലേഷൻ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് മാസസ് നമ്മൾ റിലേറ്റ് ചെയ്ത് ന്യൂട്രോണിൻ്റെയും സൈയുടെയും ലാംഡയും എപ്സിലോണും തമ്മിലൊരു മാസ് റിലേഷൻ തന്നിട്ടുണ്ട്. പിന്നെന്താ, വി ഹാവ് എ മാസ് റിലേഷൻ ബിറ്റ്വീൻ ദി psi minus psi 0, epsilon minus epsilon plus proton and neutron. അപ്പോൾ ഈ രണ്ട് മാസ് റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ്. ഈ ഇക്വേഷൻസിൻ്റെ പേരാണ്, ഫസ്റ്റ് ഇക്വേഷൻ ഇസ് കോൾഡ് as Bellman-Okubo equation and the second one is called as Coleman-Glashow equation. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിച്ച ഈ 8-fold വേയിൽ നിന്ന് കണ്ടുപിടിച്ച വേറൊരു കൺക്ലൂഷനാണ്, ഇറ്റ് ക്യാൻ ബി ദ സ്ട്രോങ് ഫോഴ്സ് ഒറിജിനേറ്റ്സ് ഇൻ ചാർജസ് ലൈക്ക് ഇലക്ട്രിക് ഫോഴ്സസ്. നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സസിൽ എങ്ങനെയാണ് നമ്മുടെ ചാർജ്, നമുക്ക് ഫോഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, 2 ചാർജ് ഉണ്ടാവും. ആ 2 ചാർജിൻ്റെ ഇടയിൽ ഒരു ക്യാരിയിങ് പാർട്ടിക്കിൾ, ഹിയർ ഇറ്റ് ഈസ് ഫോട്ടോൺ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ 8-fold വേയിൽ പറയുമ്പോൾ അതെങ്ങനെയാണ്, വെറുതെ 2 ചാർജ് പാർട്ടിക്കിൾസും അതിൻ്റെ ഇടയിൽ ഒരു ക്യാരിയർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ പറയുകയാണ് വി ഹാവ് സെവറൽ ചാർജസ് ആൻഡ് 8 ക്യാരിയിങ് പാർട്ടിക്കിൾസ്. നമ്മുടെ ഒക്ടെറ്റ് കോൺഫിഗറേഷൻ ആണ്. സോ ദർ ആർ 8 ക്യാരിയിങ് പാർട്ടിക്കിൾസ്. ദർ വിൽ ബി സെവറൽ ചാർജസ് ആൻഡ് 8 ക്യാരിയിങ് പാർട്ടിക്കിൾസ്. ഇറ്റ്സ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ അവർ സിമ്പിൾ മാക്രോസ്കോപ്പിക് വേൾഡ്. അപ്പോൾ ഈ ന്യൂ അപ്രോച്ച്, ഈ നമ്മളിപ്പോൾ പറഞ്ഞ സെവറൽ ചാർജസ് ആൻഡ് 8 ക്യാരിയിങ് പാർട്ടിക്കിൾസ്, ഈ ന്യൂ അപ്രോച്ച് എന്ത് ചെയ്തു, നമുക്ക് കപ്ലിംഗ് കോൺസ്റ്റൻസിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടി. ഇത് കാരണം നമുക്ക് കപ്ലിംഗ് കോൺസ്റ്റൻസിനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇതാണ് 8-fold വേ എന്ന് പറയുന്ന 8-fold വേയിൽ നിന്ന് നമുക്ക് എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ഒരു ഗുണം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഇത് രണ്ടുമാണ്. പിന്നെ അടുത്തത് പറയുന്നതാണ് ഇതേ 8-fold വേയുടെ മറ്റൊരു കോൺസിക്വൻസ് ആണ്, ഇറ്റ്സ് ദ ഡിസ്കവറി ഓഫ് ഒമേഗ മൈനസ്. ഒമേഗ മൈനസ് നമ്മൾ നേരത്തെ കണ്ടു, ഡി ക്രിപ്റ്റലിൽ ഏറ്റവും എൻഡിൽ കിടക്കുന്ന പാർട്ടിക്കിളാണ്, എപ്പെക്സിൽ കിടക്കുന്ന പാർട്ടിക്കിളാണ് ഒമേഗ മൈനസ്. അപ്പോൾ ഒമേഗ മൈനസിൻ്റെ ഡിസ്കവറിക്ക് കാരണമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ
നമുക്കെല്ലാം അറിയാം. ഇൻ 1961 only 7 semi-stable spin zero mesons were known. The eta zero hadn't been discovered. ആ ടൈമിൽ eta zero കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ 8-fold വേയും സക്കാട്ട മോഡലും ആ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് പ്രോമിനൻറ്റ് തിയറീസാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഏതാണ് തെറ്റെന്നല്ല, ഏതാണ് കൂടുതൽ ശരി എന്ന് കണ്ടുപിടിക്കാൻ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ വളരെയധികം അവർ ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്ന കാലമായിരുന്നു. സോ നമ്മുടെ 8-fold വേ എന്ത് ചെയ്തു, eta സീറോൻ്റെ മാസ് 570 MeV ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ eta സീറോ കണ്ടുപിടിച്ചു. അപ്പം മാസ് നോക്കിയപ്പോൾ എന്താ 550 MeV, നിയർലി ക്ലോസ് ആണ്. ദാറ്റ്സ് എ വെരി ആക്യുറേറ്റ് പ്രഡിക്ഷൻ. അപ്പോൾ 8-fold വേ വാലിഡ് ആണ്. സക്കാട്ട പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മാസ് പ്രെഡിക്റ്റ് ചെയ്തില്ല, പക്ഷേ 8-fold വേ പ്രെഡിക്റ്റ് ചെയ്തു. സോ ഇറ്റ്സ് എ വാലിഡ് തിയറി. ഇനി എന്താ 1961 അപ്പോഴേക്കും നമ്മുടെ ആക്സിലറേറ്റേഴ്സ് ഒക്കെ വൈഡ്ലി യൂസ്ഡ് ആയത് ആ ടൈമിലാണ്. സിങ്ക്ലോട്രോൺ, other cyclotron, other accelerators were widely used at that time. So in Beckley, Brookhaven and CERN ആക്സിലറേറ്റേഴ്സ് വർക്ക് ചെയ്ത് എന്ത് കണ്ടുപിടിച്ചു, മീസോണിക് റെസൊണൻസ് ഓഫ് സ്പിൻ 1 കണ്ടുപിടിച്ചു. 1961 സ്പിൻ 2 ഉള്ള മീസോൺസ് കണ്ടുപിടിച്ചു. ആക്സിലറേറ്റേഴ്സിൻ്റെ ഡിസ്കവറി ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഇനി നമ്മുടെ സക്കാട്ടയും 8-fold വേയും തമ്മിലുള്ള ഏതാണ് കൂടുതൽ നല്ലത്, ഏറ്റവും കൂടുതൽ ശരിയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റായിരുന്നു psi പാർട്ടിക്കിൾസിൻ്റെ സ്പിൻ. 8-fold way predicted that the spin has to be 1/2, or the Sakata model predicted it to be 3/2. So in 1963, after at last it was found to be 1/2. That means the 8-fold way was right. It was right all the way. അപ്പോൾ എന്ത് മനസ്സിലായി, 8-fold way ആണ് നമ്മുടെ കൂടുതലും ശരിയായിട്ടുള്ള തിയറീസ്. സക്കാട്ട എന്തായി, സൈഡിലേക്ക് ഒതുങ്ങിപ്പോയി. ഈ 8-fold way ആയി ആൾക്കാർ കൂടുതൽ, സയൻറ്റിസ്റ്റ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന തിയറി 8-fold way ആണെന്ന് മനസ്സിലായി. However, the greatest success of the 8-fold way was its prediction of the decoupling of baryons of spin 3/2, culminating dramatically in the discovery of omega minus. പക്ഷേ ഇതൊന്നും അല്ല 8-fold wayയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിക്കപ്ലറ്റിൽ നിന്നും അവർ കണ്ടുപിടിച്ച സ്പിൻ 3/2 ഉള്ള ഒമേഗ മൈനസിൻ്റെ ഡിസ്കവറിയാണ് 8-fold wayയുടെ ഏറ്റവും വലിയൊരു ഡിസ്കവറി ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡീകപ്പിൾഡ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ നമുക്കിവിടെ ഫിഗറിൽ കാണാം ഏതൊക്കെയാണ് അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ന്. പക്ഷെ അറ്റ് ദാറ്റ് ടൈം ദ ഒമേഗ മൈനസ് വാസ് നോട്ട് ഡിസ്കവർ. ഒരു പോയിന്റ് അവിടെ നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആരായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. സോ ഇൻ 1962 ജനീവയിൽ ഒരു കോൺഫറൻസ് നടക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഗെൽമാൻ പെട്ടെന്ന് അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരുന്നു. ആളവിടെ പോയി കുറച്ച് പ്രോപ്പർട്ടീസ് അറിയാത്ത, ആ കാലത്ത് നമുക്കറിയാതിരുന്ന, ഇപ്പോൾ നമുക്കറിയുന്ന ഒമേഗ മൈനസിൻ്റെ പ്രോപ്പർട്ടീസ് ആളെ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്? ആൾ ബാക്കിയുള്ള ഇവരെല്ലാവരും ഒരു ഇതിലാണല്ലോ, ഡിക്കപ്ലറ്റിലാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടീസും ആളുടെ പൊസിഷനും ഇതൊക്കെ അനലൈസ് ചെയ്ത് ഗെൽമാൻ കുറച്ച് പ്രോപ്പർട്ടീസ് അവിടെ ആ കോൺഫറൻസിൽ വെച്ച് തന്നെ പോസ്റ്റ്ലേറ്റ് ചെയ്തു. സോ ആൾ പറഞ്ഞത് ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്, സിംഗ്ലറ്റാണ്. കാരണം നമുക്ക് ആ ഓർഡർ കാണാം. ഏറ്റവും മുകളിൽ ഡെൽറ്റ എന്നാണ്, ഒരു മൾട്ടിപ്ലറ്റ് വിത്ത് 4 എലമെൻറ്റ്സ്, ദാറ്റ്സ് എ ക്വാഡ്രാപ്ലറ്റ്. പിന്നെ എപ്സിലോൺ സ്റ്റാർ ഒരു ട്രിപ്ലറ്റാണ്, സൈ സ്റ്റാർ ഒരു ഡബ്ലറ്റാണ്. സോ ആ കിടക്കണ ആള്, അതായത് ആ പിക്സിലുള്ള പോയിന്റ് എന്തായിരിക്കണം, സിംഗിൾ പാർട്ടിക്കിൾ ആയിരിക്കണം, സിംഗ്ലറ്റ് ആയിരിക്കണം. പിന്നെ എന്താ, സ്ട്രേഞ്ച്നെസ് 3 ആയെന്ന് പറഞ്ഞു. വി ക്യാൻ സീ ദാറ്റ് ഇൻ എ ഫിഗർ. ചാർജ് 1 ആണെന്ന് പറഞ്ഞു. യെസ്. ഐസോസ്പിൻ 0 ആണ്, ജസ്റ്റ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. പാരിറ്റി പോസിറ്റീവ് ആണ്, ജസ്റ്റ് ലൈക്ക് ദ റെസ്റ്റ്. മാസ് പറഞ്ഞത് 1680 MeV ആണ് മാസ് എന്നും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു. മാസ് ഡിഫറൻസ് പറയുന്നത് ഈ ഓരോ സ്ട്രേഞ്ച്നെസ് ലെവൽ കൂട്ടുന്നതോറും 150 MeV മാസിൻ്റെ ഡിഫറൻസ് വരുമെന്നാണ് അവർ കണ്ടുപിടിച്ചത്. സോ അങ്ങനെയാണ് ഗെൽമാൻ ഇന്ന മാസ് 1680 MeV ആണെന്ന് പറഞ്ഞത്. എന്നിട്ട് ഗെൽമാൻ പറഞ്ഞു, നിങ്ങളിനി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള ഒരു പാർട്ടിക്കിൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറഞ്ഞു. സോ ഇൻ 1963 at the end of a lot of rapid experiments and everything, അവസാനം ഒമേഗ മൈനസ് കണ്ടുപിടിച്ചു. ഒമേഗ മൈനസും ഒമേഗ മൈനസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ഒമേഗ ഡാഷ് പ്ലസും അവർ കണ്ടുപിടിച്ചു. മാസ് ഓഫ് ഒമേഗ മൈനസ് വാസ് ഫൗണ്ട് ടു ബി 1672.4
MeV, which was pretty close because ഇവിടെ പറഞ്ഞത് 1680 MeV ആണെന്നാണ് ഗാൽമാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ എക്സ്പെരിമെൻ്റലി 1672.4 MeV, ജസ്റ്റ് 7.6 MeVയുടെ ഡിഫറൻസ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഫ്രം തിയററ്റിക്കൽ പ്രഡിക്ഷൻ ഒരു ഇത്രയും കുറവ് എററായിരുന്നു. മീൻസ് ഹി വാസ് റിയലി ഇൻഡീഡ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. സ്പിൻ 3/2 തന്നെയായിരുന്നു. അപ്പോൾ ഒരു കമ്പാരിസൺ പറയുന്നത് നമ്മുടെ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു 3 എലമെൻറ്റ്സ് അറിയാത്തതുകൊണ്ട് ആൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കണ്ടുപിടിക്കാത്തതുകൊണ്ട് മെൻ്റലീഫ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ എലമെൻറ്റ്സ് ഡിസ്കവർ ചെയ്തപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസ് തന്നെയായിരുന്നു, മെൻ്റലീഫ് പ്രെഡിക്റ്റ് ചെയ്ത പ്രോപ്പർട്ടീസ് തന്നെയായിരുന്നു ഈ എലമെൻറ്റ്സിന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഗേൾമാൻ 62-ൽ ഒമേഗ മൈനസിൻ്റെ പ്രോപ്പർട്ടീസ് ഫുള്ള് പ്രെഡിക്റ്റ് ചെയ്തു. ആൻഡ് 63-ൽ അത് കണ്ടുപിടിച്ചപ്പോൾ എന്താ, ആൾ പ്രെഡിക്റ്റ് ചെയ്ത പ്രോപ്പർട്ടീസൊക്കെ അതേപോലെ തന്നെ കറക്റ്റായിരുന്നു, റൈറ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് ആക്ച്വലി ഗ്രേറ്റ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് സക്കാട്ട മോഡൽ പറഞ്ഞു, 8-fold വേ പറഞ്ഞു. 8-fold വേയുടെ യൂസസ് എങ്ങനെ 8-fold വേ വെച്ച് നമ്മൾ ഒമേഗ മൈനസിൻ്റെ ഡിസ്കവറി നടത്തിയെന്ന് പറഞ്ഞു. സക്കാട്ട മോഡലും 8-foldും തമ്മിൽ ഏതാണ് കൂടുതൽ ശരിയെന്നായിരുന്നു സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ നിന്നായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയൊരു ഡിസ്കഷൻ. അവസാനം നമുക്ക് മനസ്സിലായി 8-fold വേ ഈസ് ദ ബെറ്റർ വൺ. Gell-Mann and Niemann was the foremost scientists who put forward this 8-fold way. And that's it. Thank you so much for watching this video. Hope you guys understood it. Thank you.